നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അഗാധതയിലുള്ള നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിൽ പ്രകാശവും നിഴലും ഒരുപോലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ദൂരെയുള്ള നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തുക എന്നത് ജ്യോതിശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം എന്നും വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒരു വലിയ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റിന് തൊട്ടടുത്തിരിക്കുന്ന മിന്നാമിനുങ്ങിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ അസാധ്യമായ ഒന്നാണത്. നക്ഷത്രങ്ങളുടെ അതിശക്തമായ പ്രകാശ പ്രവാഹത്തിന് മുന്നിൽ ഗ്രഹങ്ങളിൽ നിന്നുള്ള മങ്ങിയ വെളിച്ചം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടാണ് നാസയും സഹകാരികളും ചേർന്ന് വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ അൾട്രാ ബ്ലാക്ക് കോട്ടിങ്ങുകളും സ്റ്റാർ ഷെയ്ഡുകളും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. പ്രകാശത്തെ ഏതാണ്ട് പൂർണ്ണമായും ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഈ സാങ്കേതികവിദ്യ ബഹിരാകാശ നിരീക്ഷണ രംഗത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. നക്ഷത്രപ്രകാശത്തെ തടഞ്ഞു നിർത്തി ഗ്രഹങ്ങളുടെ നേർത്ത പ്രകാശം മാത്രം ദൂരദർശനികളിൽ എത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഭീമാകാരമായ ഉപകരണങ്ങളാണ് സ്റ്റാർ ഷെയ്ഡുകൾ. ഏകദേശം അര ഫുട്ബോൾ മൈതാനത്തോളം വലിപ്പമുള്ള ബഹിരാകാശത്ത് വിരിയുന്ന ഒരു കൂറ്റൻ പൂവ് പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ദൂരദർശിനിക്കും ദൂരെയുള്ള നക്ഷത്രത്തിനും ഇടയിലുള്ള കൃത്യമായ അകലത്തിൽ നിൽക്കുന്ന ഈ ഉപകരണം നക്ഷത്രപ്രകാശത്തെ തടഞ്ഞ് വ്യക്തമായ ഒരു നിഴൽ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ പ്രക്രിയയിൽ സ്റ്റാർ ഷെയ്ഡിൻ്റെ അരികുകളിൽ തട്ടി പ്രകാശം ചിതറുന്നത് നിരീക്ഷണങ്ങളെ തടസ്സപ്പെടുത്തുമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നാസയിലെ എഞ്ചിനീയർമാർ ഈ പ്രകാശ ചിതറൽ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമോർഫസ് ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച അതിനേർത്ത ബ്ലേഡുകൾ പോലും അവർ പരീക്ഷിച്ച് നോക്കിയെങ്കിലും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സീകോട്ട് എന്ന സ്ഥാപനത്തിലെ ഡേവിഡ് ഷെയ്ക്കിൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ബ്ലാക്ക് മിറർ എന്ന സാങ്കേതികവിദ്യ നിർണായകമായത്. പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് പകരം പൂർണ്ണമായും ആഗിരണം ചെയ്യുന്ന ഈ സംവിധാനം അത്യാധുനിക കമ്പ്യൂട്ടറൈസേഷൻ രീതികളും സ്പൈറൽ ഗ്ലാസ് വേപ്പർ ഡെപ്പോസിഷൻ പ്രക്രിയയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോഹത്തിൻ്റെയും ഗ്ലാസിൻ്റെയും പാളികൾ ഒന്നിനുമേൽ ഒന്നായി അടുക്കി വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടിങ്ങുകൾ പ്രകാശത്തെ അങ്ങേറ്റം ചെറിയ നാനോ സ്കെയിൽ അറകളിൽ കുടുക്കി നിർത്തുന്നു. മുമ്പ് പരീക്ഷിച്ചിരുന്ന കാർബൺ നാനോ ട്യൂബുകളേക്കാൾ 10 ഇരട്ടി കനം കുറഞ്ഞതാണ് ഈ പുതിയ പാളികൾ എന്നത് ഇതിൻ്റെ സവിശേഷതയാണ്. കട്ടി കൂടിയ കോട്ടിങ്ങുകൾ സ്റ്റാർ ഷെയ്ഡുകളുടെ അരികുകളെ പരുക്കനാക്കുകയും പ്രകാശം ചിതറുവാൻ കാരണമാവുകയും ചെയ്യുമ്പോൾ ഈ നേർത്ത പാളികൾ അങ്ങേയറ്റം കൃത്യതയോടെയുള്ള നിഴലുകൾ നൽകുന്നു. നാസയുടെ എക്സോപ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം ഈ സാങ്കേതികവിദ്യ 2020 തന്നെ വിലയിരുത്തിയിരുന്നു. JPLലെ വിദഗ്ധർ വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ പരിശോധനയിൽ ഈ പുതിയ കോട്ടിംഗ് അനാവശ്യമായ പ്രകാശത്തെ 20 മടങ്ങോളം കുറയ്ക്കുന്നതായി കണ്ടെത്തി. ഇത് ദൂരദർശിനികൾക്ക് അത്യന്തം മങ്ങിയ ഗ്രഹങ്ങളെപ്പോലും വ്യക്തമായി കാണാനുള്ള കരുത്ത് നൽകുന്നു. 2021 നാസയുമായി ചേർന്നുള്ള കരാറിലൂടെ ഈ സാങ്കേതികവിദ്യ കൂടുതൽ വിപുലീകരിക്കപ്പെട്ടു. വലിയ പോളിമറൈഡ് ഷീറ്റുകളിൽ ഈ അൾട്രാ ബ്ലാക്ക് കോട്ടിങ്ങുകൾ ഒരേപോലെ പുരട്ടാൻ കഴിയുന്ന റോൾ ടു റോൾ നിർമ്മാണ രീതിയാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് സ്റ്റാർ ഷെയ്ഡുകളുടെ നിർമ്മാണത്തെ കൂടുതൽ എളുപ്പവും കൃത്യവുമാക്കുന്നു. ബഹിരാകാശ ഗവേഷണത്തിന് പുറമെ പ്രതിരോധ മേഖലയിലും സാധാരണ ഉപഭോക്തൃ സാങ്കേതിക വിദ്യകളിലും ഈ അൾട്രാ ബ്ലാക്ക് കോട്ടിങ്ങുകൾക്ക് വലിയ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് രാത്രി കാലങ്ങളിൽ ആകാശത്ത് തെളിയുന്ന ഉപഗ്രഹങ്ങളുടെ തിളക്കം കുറയ്ക്കാനും അതുവഴി നക്ഷത്ര നിരീക്ഷണത്തിന് തടസ്സമില്ലാത്ത സാഹചര്യം ഒരുക്കുവാനും ഇവയ്ക്ക് കഴിയും. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ക്യാമറകൾക്ക് സമീപം പ്രകാശം ആഗിരണം ചെയ്യുന്ന ഇത്തരം പാളികൾ ഉപയോഗിക്കുന്നത് വഴി ചിത്രങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ നൽകാനും സാധിക്കും. മനുഷ്യൻ്റെ അറിവിൻ്റെ അതിരുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഇത്തരം കണ്ടുപിടുത്തങ്ങൾ അന്യഗ്രഹങ്ങളിലെ ജീവൻ്റെ കണികൾ കണ്ടെത്താനുള്ള നമ്മുടെ ദാഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. നാളത്തെ ശാസ്ത്രലോകത്ത് നിഴലുകളുടെ ഈ കൃത്യത വെളിച്ചത്തേക്കാൾ വിലപ്പെട്ടതായി മാറുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.